Hi everyone, I am Gopika AS, Assistant Professor, Department of Civil Engineering, Srinarayana Institute of Technology, Adur. And നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് Geotechnical Engineering I ആണ്. It is for your BTech Civil Engineering 4th semester program. സോ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ സെഷൻസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് മോഡ്യൂൾ 5-ൽ കോഎഫിഷ്യൻ്റ് ഓഫ് കൺസോളിഡേഷനും ഡിഗ്രി ഓഫ് കൺസോളിഡേഷനും അതിൻ്റെ ടൈം ഫാക്ടറും ഒക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 6 ആണ്. മൊഡ്യൂൾ 6 എന്ന് പറയുമ്പോഴത്തേന് അതിനകത്ത് ശരിക്കും വരുന്നത് സ്റ്റെബിലിറ്റി ഓഫ് ഫൈനൈറ്റ് സ്ലോപ്സ് ആണ്. അതിനകത്ത് ഡിഫറെൻറ്റ് ഫെയിലിയേഴ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെ അതിനകത്ത് ടോട്ടൽ സ്ട്രെസ് അല്ലെങ്കിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഡിഫൈൻ എങ്ങനെയൊക്കെ കണ്ടെത്താം എന്നുള്ളതിന് സീരീസ് സർക്കിൾ മെത്തേഡ്, ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ കൊഹഷനും ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷനും വിത്ത് റെസ്പെക്ട് ഫാക്ടർ ഓഫ് സേഫ്റ്റി നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, എന്താണ് സ്റ്റെബിലിറ്റി നമ്പർ, എന്താണ് സ്റ്റെബിലിറ്റി ചാർട്ട്, പിന്നെ കോമ്പാക്ഷൻ ഓഫ് സോയിൽസ് ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് പ്രോക്ടർ ആൻഡ് മോഡിഫൈഡ് പ്രോക്ടർ ടെസ്റ്റ് ആൻഡ് IS ലൈറ്റ് ആൻഡ് ഹെവി കോമ്പാക്ഷൻ ടെസ്റ്റ് അതിൽ വരുന്നതാണ്. ഓപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ് എന്താണ്, സീറോ എയർ വോയിഡ് ലൈൻ എന്താണ്, കൺട്രോൾ ഓഫ് കോമ്പാക്ഷൻ എന്താണ്, അതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ്. ഇത്രയാണ് ഈ മൊഡ്യൂൾ 6 ക്യാരി ചെയ്യുക. സോ ഇതിനകത്ത് നമ്മൾ ഇന്ന് ആദ്യമേ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റെബിലിറ്റി ഓഫ് ഫൈനൈറ്റ് സ്ലോപ്സ് ആണ്. സ്റ്റെബിലിറ്റി ഓഫ് സ്ലോപ്സ് സാധാരണ നമുക്ക് ലാൻഡ് സ്ലൈഡ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സ്ലോപ്പ് മെറ്റീരിയലിൻ്റെ ഡൗൺവേർഡ് അല്ലെങ്കിൽ ഔട്ട്വേർഡ് മൂവ്മെൻറ്റ് കൊണ്ടാണ്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് റിക്വയർഡ് ഷിയർ സ്ട്രെങ്ത് എത്തുന്നില്ല, അതിന് മുമ്പ് അത് എക്സോസ്റ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. സോ സ്ലോപ്പ് മെറ്റീരിയൽ എന്ന് പറയുന്നത് നാച്ചുറൽ റോക്ക് ആയിരിക്കാം, സോയിലായിരിക്കാം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫില്ലായിരിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കാം. സാധാരണ ഒരു ഫെയിലിയറിൻ്റെ കോസ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ കോസസും ഉണ്ട്, എക്സ്റ്റേണൽ കോസസും ഉണ്ട്. എക്സ്റ്റേണൽ കോസസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പം നമുക്ക് മെറ്റീരിയലിൻ്റെ ഷിയറിംഗ് സ്ട്രെങ്തിൽ ഇൻക്രീസ് ഉണ്ടാകും, സ്ട്രെസ് ഇൻക്രീസ് ചെയ്യും. സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന എക്സ്റ്റേണൽ കോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഗ്രാവിറ്റി ഫോഴ്സ്, എർത്ത് ഫോഴ്സ്, സീപ്പേജ് ഫോഴ്സ്, എക്സ്കവേഷൻ, അതായത് അടുത്ത സ്ലോപ്പിലൊക്കെയുള്ള എക്സ്കവേഷൻസ്, പിന്നെ ഫ്ലോയിങ് വാട്ടർ കാരണമുള്ള ഇറോഷൻ, പിന്നെയുള്ള സഡൻ ഡ്രോ ഡൗൺ, ഇതൊക്കെയാണ്. ഇനി ഇൻറ്റേർണൽ കോസസ് എന്ന് പറയുമ്പോഴത്തേന് സർഫസ് കണ്ടീഷനിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നതുകൊണ്ടായിരിക്കത്തില്ല അവിടെ സ്ലൈഡ് ഉണ്ടാവുന്നത്. അതെന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള അൺആൾട്ടേർഡ് ഷിയർ സ്ട്രെങ്ത് നെ വെച്ചിട്ട് അതിന് ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ സ്ലോപ്പ് മെറ്റീരിയലിൻ്റെ അൺആൾട്ടേർഡ് ആയിട്ടുള്ള ഷിയറിംഗ് സ്ട്രെസ്സിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാരണമാണ് ഇൻറ്റേർണൽ കോസസ് മൂലം ഫെയിലർ ഉണ്ടാകുന്നത്. അപ്പം എക്സസ് പോർ വാട്ടർ പ്രഷർ, ലീച്ചിങ് ഓഫ് സോൾട്സ്, സോഫ്റ്റനിങ്, ബ്രേക്കേജ് ഓഫ് സിമെൻറ്റേഷൻ ബോണ്ട് ആൻഡ് അയൺ എക്സ്ചേഞ്ച് ആർ ദ main internal causes. These are the causes related with the slope material. സോ ആർട്ടിഫിഷ്യൽ സ്ലോപ്സ് നമ്മൾ എംബാങ്ക്മെൻറ്റ്സിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്, റിവർ ട്രെയിനിങ് വർക്ക്സിൽ, ഡാംസ്, റെയിൽവേസ് ആൻഡ് റോഡ് വർക്ക്സിലെല്ലാം. ടൈപ്സ് ഓഫ് സ്ലോപ്സ്. ഈ സ്ലോപ്സിനെ പ്രധാനമായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നു: ഇൻഫിനിറ്റ് സ്ലോപ്സ്, ഫൈനൈറ്റ് സ്ലോപ്സ്. ഇൻഫിനിറ്റ് സ്ലോപ്സ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് എന്നുള്ള വേർഡിൽ നിന്ന് തന്നെ അത് മീൻ ചെയ്യുന്നത് എന്തെന്ന് പറഞ്ഞാൽ അത് ഇൻഫിനിറ്റ് ആണ്. അതായത് അതിൻ്റെ എക്സ്റ്റെൻസ്, എന്തുമാത്രം എക്സ്റ്റെൻറ്റിലാണ് ഈ സ്ലോപ്പ് ഉള്ളതെന്ന് പറഞ്ഞാൽ അത് ഇൻഫിനിറ്റ് ആണ്, ഗ്രേറ്റ് എക്സ്റ്റെൻറ്റിലായിരിക്കും. സോയിലിൻ്റെ കണ്ടീഷൻ യൂണിഫോം ആയിരിക്കും. സർഫസിൽ നിന്ന് നമ്മളിപ്പോൾ എത്ര ഡെപ്ത് താഴോട്ട് പറഞ്ഞാലും ആ ഡെപ്തിൽ എല്ലായിടത്തും സോയിലിൻ്റെ കണ്ടീഷൻ യൂണിഫോം ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇൻഫിനിറ്റ് സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഹോമോജീനിയസ് സോയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേങ്കിൽ ആ സ്ലോപ്പ് സർഫസിന് പാരലായിട്ടുള്ള ഓരോ ഡിഫറെൻറ്റ് ലെയേഴ്സ് സോയിലും സെയിം ആയിരിക്കും. അങ്ങനെയാണത് ഹോമോജിനസ് ആണെന്ന് നമ്മൾ പറയുന്നത്. ഇനിയും ഇവിടെ ഇൻഫിനിറ്റ് സ്ലോപ്പിൻ്റെ ഫെയിലിയർ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലൈഡിങ് കാരണമാണ്. അതുപോലെ തന്നെ ഫെയിലിയർ പ്ലെയിൻ എന്ന് പറയുന്നത് പ്ലാനർ ആണ്, ആൻഡ് അത് ഗ്രൗണ്ട് സർഫസിന് പാരലാണ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് മൗണ്ടെയിൻ സ്ലോപ്പാണ്. ഈ ഫസ്റ്റ് ഫിഗറിൽ കാണുന്നത് ഇൻഫിനിറ്റ് സ്ലോപ്പും സെക്കൻഡ് ഫിഗറിൽ ഫൈനൈറ്റ് സ്ലോപ്പുമാണ്. ഇപ്പം ഇൻഫിനിറ്റ് സ്ലോപ്പിനകത്ത് നിന്ന് തന്നെ നമുക്കറിയാൻ പറ്റും സ്ലോപ്പ് സർഫസിന് പാരലായിട്ടാണ് ഫെയിലിയർ പ്ലെയിൻ. ഫെയിലിയർ പ്ലെയിനും ഇതും, അതായത് ഫെയിലിയർ പ്ലെയിൻ ഒരു പ്ലാനർ സർഫസ് ആണ് കാണിക്കുന്നത്. ഫൈനൈറ്റ് സ്ലോപ്പിലാണെങ്കിൽ പക്ഷേ അങ്ങനെയല്ല, ഫെയിലിയർ പ്ലെയിൻ എന്ന് പറയുന്നത് കർവ്ഡ് ആയിട്ടാണ് കാണുന്നത്, അത് കർവ്ഡ് പാത്തായിരിക്കും. സോ ഫൈനൈറ്റ് സ്ലോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് ആണെങ്കിൽ ഫൈനൈറ്റ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൈറ്റ് എക്സ്റ്റെൻറ്റിലായിരിക്കും, അതായത് ലിമിറ്റഡ് ഹൈറ്റ് ആയിരിക്കും. ഈ സ്ലോപ്സ് നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം സർഫസ് കൊണ്ട് ബൗണ്ടഡ് ആയിരിക്കും.
അപ്പം ഫൈനൈറ്റ് സ്ലോപ്പിൻ്റെ ഫെയിലിയർ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ കൊണ്ടായിരിക്കാം. ഫെയിലിയർ പ്ലെയിൻ സർക്കുലറോ സ്പൈറലോ ആകാം. എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ റെയിൽവേസിൽ, റോഡ് വേസിൽ, ഡാംസ്, കട്ട്സ്, കനാൽസ് ഇതിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന എംബാങ്ക്മെൻറ്റ്സിൻ്റെ സ്ലോപ്പ് ഫൈനൈറ്റ് സ്ലോപ്പിന് എക്സാമ്പിളാണ്. ഇനി സ്റ്റെബിലിറ്റി ഓഫ് ഇൻഫിനിറ്റ് സ്ലോപ്പ്. രണ്ട് അസംഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഫിനിറ്റ് സ്ലോപ്പിൻ്റെ സ്റ്റെബിലിറ്റി പറയുക. ഫസ്റ്റ് അസംഷൻ എന്ന് പറഞ്ഞാൽ സോയിൽ ഈസ് അസ്യൂംഡ് ആസ് ഹോമോജീനിയസ്. സോയിലിനെ നമ്മൾ ഹോമോജീനിയസ് ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. ഇനി ഫെയിലിയർ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷണൽ അല്ലെങ്കിൽ സ്ലൈഡിങ്, സർഫസിൻ്റെ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ സ്ലൈഡിങ് കൊണ്ടാണ്. ആ ഫെയിലിയർ എന്ന് പറയുന്നത് സ്ലോപ്പിന് പാരലും ആയിരിക്കും. അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ഇത് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അത് ആദ്യമേ നമ്മൾ എ ബി എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻഫിനിറ്റ് സ്ലോപ്പ് എന്ന് കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ സ്ലോപ്പ് ആംഗിൾ, അതായത് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഐ ആണെന്ന് എടുക്കുന്നു. അപ്പോൾ ഫെയിലിയർ ഉണ്ടാവുന്ന പ്ലെയിൻ സി ഡി ആണെന്ന് എടുക്കുന്നു. അതെന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഇസഡ് ഡെപ്തിലാണെന്ന് പറയുന്നു. അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് ഇതാണ് ആ പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ. സോ ഈ ടോപ്പിലുള്ള എ ബി എന്ന് പറയുന്ന ലൈനാണ് നമ്മളുടെ സ്ലോപ്പ്. ആ എ ബിക്ക് പാരലായിട്ട് പോകുന്ന സി ഡി ആണ് നമ്മളുടെ ഫെയിലിയർ പ്ലെയിൻ. ആ ഫെയിലിയർ പ്ലെയിൻ എന്ന് പറയുന്നത് എ ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കറക്റ്റ് ഇസഡ് ഡെപ്ത് ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്മോൾ ബി ലെങ്ത് ഉള്ള അല്ലെങ്കിൽ വിഡ്ത്തുള്ള ഒരു ചെറിയ സ്ട്രിപ്പ് കൺസിഡർ ചെയ്തിട്ട് അതിനകത്ത് ലോഡ്സ് എടുക്കുന്നു, വെയിറ്റ് എടുക്കുന്നു, എല്ലാ കമ്പോണൻസും നമ്മൾ ഡിറൈവ് ചെയ്ത് വയ്ക്കുന്നു. അതിൽ നിന്ന് നമ്മൾ റിലേഷൻസ് എടുക്കുന്നു. സോ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആ സോയിൽ വെഡ്ജ് എ ബി സി ഡിയുടെ ഏരിയ എടുക്കണം. ദാറ്റ് ഈസ് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ദാറ്റ് ഈസ് ബി കോസ് ഐ ഇൻറ്റു ഇസഡ്. ഇനി വോളിയം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഏരിയ ഇൻറ്റു കൺസിഡറിങ് യൂണിറ്റ് ലെങ്ത് കൺസിഡർ ചെയ്യുവാണ്. ദാറ്റ് ഈസ് 1. സോ ഇസഡ് ബി കോസ് ഐ എന്ന് കിട്ടും. ഇനി യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ ഗാമ ആണെങ്കിൽ വെയിറ്റ് ഓഫ് സോയിൽ വെഡ്ജ് എന്ന് പറയുന്നത് W is equal to gamma into ZB cos I എന്ന് കിട്ടും. സോ വെർട്ടിക്കൽ പ്രഷർ ഓൺ ഫെയിലിയർ പ്ലെയിൻ സി ഡി എന്ന് പറയുന്നത് നമുക്ക് സിഗ്മ ഇസഡ് എന്ന് പറയുന്ന ഗാമ ഇസഡ് ഐ എന്ന് കിട്ടും. നോർമൽ സ്ട്രെസ് ഓൺ ഫെയിലിയർ പ്ലെയിൻ എന്ന് പറയുന്നത് ഇസഡ് എൻ ഈസ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു കോസ് ഐ. പ്രത്യേകിച്ചൊന്നുമില്ല, സിഗ്മ ഇസഡിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ടാൻജൻഷ്യൽ സ്ട്രെസ് ടോ എന്ന് പറയുന്ന സിഗ്മ ഇസഡ് സൈൻ ഐ ആണ്. സോ മേളിൽ നിന്ന് നമുക്ക് സിഗ്മ ഇസഡിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ടാൻജൻഷ്യൽ സ്ട്രെസ്സും കിട്ടുന്നു. ഇനി ഈ ടാൻജൻഷ്യൽ സ്ട്രെസ്സിനെയാണ് നമ്മൾ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. അതാണ് ഫെയിലിയറിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അതായത് സി ഡി എന്ന് പറയുന്ന ഫെയിലിയർ പ്ലെയിൻ്റെ സ്ലോപ്പിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്ട്രെസ്സാണ് ഈ ടാൻജൻഷ്യൽ സ്ട്രെസ് ടോ. ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്ത് ആണ്. ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ടോ എഫ്. സോ ഫെയിലിയർ ഇല്ല എങ്കിൽ ടോ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ടോ ആയിരിക്കും. ദാറ്റ് ഈസ് നമ്മളുടെ ടോ എഫ് എന്ന് പറയുന്ന വാല്യൂവും ഇവിടെ കിട്ടുന്ന ടാൻജൻഷ്യൽ സ്ട്രെസ്സും. മറ്റേത് സോയിലിൻ്റെ സ്ട്രെങ്ത് ആണെങ്കിൽ മറ്റേത് നമ്മളുടെ ഷിയർ സ്ട്രെസ്സാണ്. സോ അതിനേക്കാളും കൂടുതലായിരിക്കും സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്ത്. അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് ടോ എഫ് ബൈ. കോഹഷൻലെസ് സോയിൽ ആണെങ്കിൽ നമുക്കറിയാം വി നോ ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിൽ ഈസ് ഗിവൺ ബൈ ടോ എഫ് ഇസിക്കൽ സി പ്ലസ് സിഗ്മ ആൻഡ് ടാൻ ഫൈ. പക്ഷേ കോഹഷൻലെസ് സോയിൽ ആയതുകൊണ്ട് സി 0 ആണ്. സോ ടോ എഫ് സിഗ്മ ആൻഡ് ടാൻ ഫൈ എന്ന് കിട്ടും. ഡ്രൈ സോയിൽ മാസ് ആണെങ്കിൽ ഇപ്പം നമുക്ക് ഫെയിലിയർ പ്ലെയിനിൽ മുകളിലുള്ള സോയിൽ ഡ്രൈ ആണ്, അതിൻ്റെ യൂണിറ്റ് വെയിറ്റ് ഗാമ ആണെങ്കിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി നമുക്ക് കണ്ടുപിടിക്കാം. ടോ എഫ് ബൈ ടോ ആണല്ലോ, അപ്പോൾ ടാൻ ഫൈ ബൈ ടാൻ ഐ എന്ന് കിട്ടും. ഫൈ ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ആംഗിൾ ഓഫ് സോയിലും അപ്പ് ആംഗിളും ആണ്. നോ ഫെയിലിയർ ആണെങ്കിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ ടാൻ ഫൈ ഗ്രേറ്റർ ദാൻ ടാൻ ഐ എന്ന് പറഞ്ഞാൽ ഫൈ ഗ്രേറ്റർ ദാൻ ഐ. സോ മാക്സിമം ആംഗിൾ ദാറ്റ് കുഡ് ബി മെയിൻറ്റെയിൻ ബൈ എ ഡ്രൈ സ്ലോപ്പ് ഈസ് എ കോഹഷൻലെസ് സോയിൽ ഇസ് ദ ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ ഓഫ് ദ സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മേക്ക് ചെയ്യുന്ന ഏറ്റവും മാക്സിമം ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഇന്റേണൽ ഫ്രിക്ഷൻ ഓഫ് ദി സോയിൽ. ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ ഫൈ. ഇനി സബ്മേർജ്ഡ് സോയിലാണെങ്കിൽ, സോയിൽ സബ്മേർജ്ഡ് കണ്ടീഷനിലാണെങ്കിൽ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ വിൽ ബി സബ്മേർജ്ഡ് ഗാമ ഡാഷ്. നമ്മൾക്കിവിടെ ഗാമ കൊണ്ട് തന്നെ ഞാൻ നൊട്ടേറ്റ് ചെയ്യുന്നു, നമുക്ക് ഗാമ ഡാഷ് എന്നിട്ട് കൊടുക്കാം. സോ വെർട്ടിക്കൽ പ്രഷർ അറ്റ് ഫെയിലിയർ പ്ലെയിൻ സി ഡി എന്ന് പറയുന്നത് സിഗ്മ ഇസഡ് എന്ന് പറയുന്ന ഗാമ ഇസഡ് കോസ് ഐ ആണ്. നോർമൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ടേം എടുക്കുക, സിഗ്മ ഇസഡ് കോസ് ഐ. സിഗ്മ ഇസഡിന് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. ടാൻജൻഷ്യൽ സ്ട്രെസ് അതുപോലെ തന്നെ സിഗ്മ ഇസഡ് സൈൻ ഐ ആണ്. സിഗ്മ ഇസഡിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുമ്പോഴത്തേന് അതും കിട്ടും. സോ ഫാക്ടർ ഓഫ് സേഫ്റ്റി ടാൻ ഐ ബൈ ടാൻ ഫൈ എന്ന് കിട്ടും. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് രണ്ട് കേസിലും
സിമിലർ ആണ്, അതായത് ഡ്രൈ ആണെങ്കിലും കംപ്ലീറ്റ്ലി സബ്മർജ്ഡ് ആണെങ്കിലും നമുക്ക് ഈ രണ്ട് കേസസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സി എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് കോഷൻലെസ് സ്ലോപ്പ് വിത്ത് സീപ്പേജ് ആണ്. അപ്പോൾ നമ്മളൊരു കണ്ടീഷൻ കൺസിഡർ ചെയ്യണം. അതായത് നമുക്കിപ്പം എ ബി ആണ് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ, സി ഡി ആണ് ഫെയിലിയർ പ്ലെയിൻ എങ്കിൽ എ ബിക്കും സി ഡിക്കും ഇസഡ് ഡെപ്തിനിടയിൽ അല്ലെങ്കിൽ എച്ച് ഡെപ്ത് മാറി ഒരു വാട്ടർ ടേബിൾ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുന്നു. അപ്പം സ്റ്റഡി സീപ്പേജ് ആണ് ഉണ്ടാകുന്നത്, അത് സ്ലോപ്പിന് പാരലാണ്. അപ്പം ഫെയിലിയർ പ്ലെയിനകത്തൊരു അഡീഷണൽ പോർ വാട്ടർ പ്രഷറും കൂടെ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഗാമ ഡബ്ല്യു എച്ച് കോസ് സ്ക്വയർ ഐ ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് നോർമൽ ടു ദ പ്ലെയിൻ ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. അത് ഫെയിലിയർ പ്ലെയിനിൽ അപ്വേർഡ് ഡയറക്ഷനിൽ നോർമലായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫെയിലിയർ പ്ലെയിൻ സി ഡിയിലുള്ള നോർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സിഗ്മ എൻ സിഗ്മ ഇസഡ് കോസ് ഐ മൈനസ് യു എന്ന് കിട്ടും. അതിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേന് കോസ് സ്ക്വയർ ഐ ഇൻറ്റു ഗാമ ഇസഡ് മൈനസ് ഗാമ ഡബ്ല്യു എച്ച് എന്ന് കിട്ടും. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഫിഗർ. നമ്മുടെ എ ബി നേരത്തെ സ്ലോപ്പ് ഉണ്ടായിരുന്നു. എ ബി സ്ലോപ്പിൽ നിന്ന് ഇസഡ് ഡെപ്ത് താഴെയാണ് സി ഡി എന്ന് പറയുന്ന ഫെയിലിയർ പ്ലെയിൻ. സി ഡിയിൽ നിന്ന് എച്ച് ഡെപ്ത് മുകളിലാണ് നമ്മളുടെ വാട്ടർ ടേബിൾ. അപ്പം നമുക്ക് ഫ്ലോ നെറ്റ് കൺസിഡർ ചെയ്തിട്ട് അങ്ങനെ സോൾവ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യണം, ഗാമ ഡബ്ല്യു എച്ച് കോസ് സ്ക്വയർ ഐ എഫക്റ്റീവ് സ്ട്രെസ് ഡ്യൂ എക്സസ് പോർ പ്രഷർ ഡ്യൂ ടു വാട്ടർ, അങ്ങനെ ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളിവിടെ സോൾവ് ചെയ്യുന്നത്. സോ ടാൻജൻഷ്യൽ സ്ട്രെസ് ടോ എന്ന് പറഞ്ഞാൽ സിഗ്മ ഇസഡ് സൈൻ ഐ ആണെന്ന് നമുക്കറിയാം. സോ ടോ സിഗ്മ ഇസഡിനെ നേരത്തെ കണ്ടുപിടിച്ച വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് നമുക്കിങ്ങനെ 1 മൈനസ് ഗാമ ഡബ്ല്യു എച്ച് ബൈ ഗാമ ഇസഡ് ഇൻറ്റു ടാൻ 5/tan എന്ന് സോൾവ് ചെയ്ത് കിട്ടും. ഗാമ ഇവിടെ നമ്മൾ ഫെയിലിയർ പ്ലെയിന് തൊട്ട് മുകളിലുള്ള ആവറേജ് യൂണിറ്റ് വെയിറ്റ് വേണം എടുക്കാൻ. കാരണം എച്ച് ഡെപ്തിൽ വാട്ടർ ഉള്ളതാണ്, അതിന് തൊട്ട് മുകളിലത്തെ ഡെപ്തിൽ, അതായത് ഇസഡ് മൈനസ് എച്ച് ഡെപ്തിൽ വാട്ടർ ഇല്ല. അപ്പോൾ അവിടെ ആവറേജ് യൂണിറ്റ് വെയിറ്റ് നമ്മൾ കൺസിഡർ ചെയ്താണ്ട് വരും. ഇപ്പം ഇസഡ് മൈനസ് എച്ച് ഡെപ്ത് ഓഫ് സോയിൽ ഹാസ് ടോട്ടൽ യൂണിറ്റ് വെയിറ്റ് ഗാമ ആൻഡ് സോയിൽ വാട്ടർ ടേബിൾ വിൽ ബി ഇൻ സാച്ചുറേറ്റഡ് കണ്ടീഷൻ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേന് അതായത് ഇവിടെ ഗാമ പ്ലസ് ഗാമ സാറ്റ് എച്ച് രണ്ടിൻ്റെയും കൂടെ ആവറേജ് എടുത്തിട്ടാണ് നമ്മൾ ഗാമ എടുക്കുന്നത്. സോ 6th മോഡ്യൂളിൽ ഫൈനൈറ്റ് സ്ലോപ്പും അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനുമാണ് ഇതിൽ നമ്മൾ നോക്കിയത്. പിന്നെ അത് നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പിൻ്റെ നമുക്ക് എന്താണ് ഈ സ്റ്റെബിലിറ്റി ഓഫ് സ്ലോപ്പ് പഠിക്കുന്നുണ്ടുള്ള സ്കോപ്പ്, അതായത് അത് മെയിൻലി ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ലാൻഡ് സ്ലൈഡ്സ്. അപ്പോൾ അത് അങ്ങനെ ഒരു ഡിസ്കഷൻ വന്നു. അതിനുശേഷം നമ്മൾ സ്ലോപ്പ് എങ്ങനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നു, ഫൈനൈറ്റ് ഇൻഫൈനൈറ്റ് അതെന്താണ്, പിന്നെ നമുക്ക് എങ്ങനെയാണ് ഈ സ്റ്റെബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിലിൻ്റെ കേസസ് പറഞ്ഞു. ഇത്രയാണ് ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സുമായിട്ട് കാണാം. സോ താങ്ക് യു സോ മച്ച്.